ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ കാനോണിൻ്റെ പുതിയ EOS R50 എന്ന് പറഞ്ഞ ഒരു 70,000 രൂപയുടെ താഴെ വരുന്ന ഒരു മിറർലെസ് ക്യാമറയാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് ആക്ച്വലി അവരൊരു സ്പെഷ്യൽ എഡിഷൻ ആണ്, വൈറ്റ് കളർ മോഡലാണ്. അത് വൈറ്റ് ഗ്രേ എന്ന് വേണമെങ്കിൽ പറയാട്ടെ, രണ്ട് കളർ കൊണ്ട് മിക്സ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ്. അതിൻ്റെ ബോക്സ് സംഭവങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത് R സീരീസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 24.2 മെഗാ പിക്സലിൻ്റെ സെൻസറാണ് വരുന്നത്. അതുപോലെ തന്നെ GX എന്ന് പറഞ്ഞ പുതിയ പ്രൊസസ്സറും ഇവർ ആക്ച്വലി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ M50 Mark II വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ റേഞ്ചിൽ വരുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതിനായിട്ട് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ വൈസ് ആയാലും ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കിറ്റ് ലെൻസുമേയും ഇമ്പ്രൂവ് വന്നിട്ടുണ്ട്. കിറ്റ് ലെൻസ് ഒന്നുകൂടി ചെറുതാക്കിയിട്ടുണ്ട് കേട്ടോ. 18 to 45 mm കിറ്റ് ലെൻസാണ് വരുന്നത്. ഒരു കിറ്റ് ലെൻസിൻ്റെ ഒരു ബോക്സാണ് അത്, ഡുവൽ ലെൻസിൻ്റെ അല്ല. ഇതിൻ്റെ പ്രൈസ് 77,000 രൂപയാണ്. ഞാൻ ആക്ച്വലി ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. 65,000 നമുക്കിത് കിട്ടുന്നത്. നോർമൽ വേരിയൻ്റ് ആണെങ്കിൽ ബ്ലാക്ക് കളർ നോർമൽ കളർ ആണെങ്കിൽ നമുക്ക് ആഫ്റ്റർ കാർഡ് ഡിസ്കൗണ്ട് ഒക്കെ നമുക്ക് 61,000 കിട്ടും. അപ്പോൾ ഈ സാധനം ആക്ച്വലി ഓഫ്ലൈനിലൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്, വൈറ്റ് കളർ. അപ്പോൾ അതിൻ്റെ ബോക്സ് നമ്മളിപ്പോൾ കാണണം കേട്ടോ. പുതിയ അവരുടെ ഡിസൈൻ ബോക്സാണ്, ഫുൾ ബ്ലാക്ക് ആയിട്ട് വരുന്ന EOS. ഞാൻ ഇത് ആക്ച്വലി നമ്മുടെ ആമസോണിൽ നിന്ന് വന്നിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ആക്ച്വലി ഇപ്പോൾ ബോക്സ് നാളൊക്കെ ഓപ്പൺ ഒക്കെ ചെയ്തു. എന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഫുള്ളി അൺബോക്സിംഗ് ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ആക്ച്വലി സൗണ്ട് ഇഷ്യൂ വന്നിട്ട് ഈ മൈക്കിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് സാധനം റെക്കോർഡായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് അഗെയിൻ എടുക്കേണ്ടി വന്നു. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി ബോക്സൊക്കെ ഫുള്ളി ഓപ്പൺഡ് ആണ്. അപ്പോൾ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ മുമ്പ് നമ്മുടെ രണ്ട് മെയിൻ ചാനൽസ് മാത്രമേ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് അമേരിക്ക ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ കുറേ ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. 2 കൊല്ലം വാറണ്ടീൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ബുക്ക്ലെറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്കൊരു എന്താ പറയുക, യൂസർ മാനുവലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിന് ആക്ച്വലി നമുക്കൊരു ആപ്പ് സപ്പോർട്ടും വരുന്നുണ്ട്. കാനോൺ കണക്ട് തന്നിട്ട്, കാനോൺ കണക്ട് തന്നെയല്ലേ, ഞാനത് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചത്. ബ്ലൂടൂത്ത് വഴിയും വൈഫൈ വഴിയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആ ആപ്പിൽ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് വാറണ്ടി രജിസ്റ്റർ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളും നമുക്ക് ഇതിൽ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിൽ നമുക്ക് ഇത്ര ഉണ്ടെന്നുള്ളൂ, ഇത്രയല്ല, ബാക്കി സംഭവം ഞാൻ അക്സസറീസും നല്ല കാണിച്ചു തരാം. നിങ്ങൾക്ക് സോണി ക്യാമറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അക്സസറീസ് കുറച്ച് കൂടുതൽ കാനോണിലാണ് കിട്ടുക. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ സോണി ക്യാമറയാണ്. സോണിയുടെ ZV-8 എന്ന് പറഞ്ഞ ക്യാമറയാണ്. ഇതിൻ്റെ സെക്കൻഡ് എഡിഷൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ സെൻസറൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഓൾമോസ്റ്റ് എടുത്തിട്ട് ഞാൻ രണ്ട് കൊല്ലം കഴിഞ്ഞു തോന്നുന്നുണ്ട്. വാറണ്ടി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡാമേജ് സംഭവമൊന്നും ഇല്ല, സ്ക്രാച്ചസോ അങ്ങനത്തെ സംഭവമില്ല. നമ്മളെല്ലാ ഗാഡ്ജറ്റ്സും ഡീസൻറ്റും നീറ്റായിട്ട് ഇങ്ങനെ നോക്കാറ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വരുന്നത്, ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി വരുന്നുണ്ട്. ഇത് നമ്മുടെ പണ്ടത്തെ കാനോണിൻ്റെ ബാറ്ററി തന്നെയാണ്. LP-E70 എന്ന് പറഞ്ഞൊരു ബാറ്ററി ഉണ്ട്. അത് അവർ മാറ്റിയിട്ടില്ല കേട്ടോ. അതെന്താണ് അത്ര കാലമായിട്ട് മാറ്റാത്തത്. പിന്നെ നമുക്ക് ഈ ചാർജർ വരുന്നുണ്ട്, സെപ്പറേറ്റ് ചാർജർ. പറയുമ്പോൾ ഇത് Type-C ചാർജിങ് സപ്പോർട്ട് ഉണ്ട് കേട്ടോ. നമ്മുടെ Type-C കേബിളൊക്കെ ഉണ്ട്, അല്ല കേബിളല്ല, Type-C പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ക്യാമറ കാണിച്ചു തരാം. ഇത് നമ്മുടെ പണ്ടത്തെ നമ്മുടെ കാനോൺ 200Dയും Mark M50 Mark II ഒക്കെ ആയിട്ട് അതുണ്ടായിരുന്ന സെയിം സാധനം തന്നെ ചാർജർ കേട്ടോ. പിന്നെ നമ്മുടെ ക്യാമറയും ലെൻസും ആണ്. അപ്പോൾ ലെൻസ് ഇതാണ് ക്യാമറ, വൈറ്റ് കളർ ഉണ്ട്, വൈറ്റും ഗ്രേ ആണ്, ഫ്രണ്ടിൽ ഗ്രേ ആണ്. ലെൻസൊക്കെ സിൽവർ കളറിലാണ്, ഡുവൽ ടോൺ ഫിനിഷ് പോലത്തെ സംഭവമാണ്. അപ്പോൾ ഇതാണ് ക്യാമറ വരുന്നുണ്ട്. ഒരു പ്യുവർ വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഫ്രണ്ടിലാകുമ്പോൾ കുറച്ച് ഗ്രേ കളറും ഉണ്ട്. അപ്പോൾ ഡുവൽ ടോൺ കളേഴ്സാണ്. ഒരു വെറൈറ്റി പോലെ തോന്നിയപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇയാളുടെ എടുക്കാൻ കാരണം. എന്താ വെച്ചാൽ മറ്റേത് നമ്മൾ സ്ഥിരം ബ്ലാക്ക് സംഭവം എടുക്കുന്നതല്ലേ. അപ്പോൾ ഇതിൻ്റെ ബട്ടൺസൊക്കെ ഉണ്ടല്ലേ, സിൽവറാണ് കണ്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് നമ്മുടെ കോപ്പിയോടെ കുരയ്ക്കുന്നുണ്ട്, അലമ്പുണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവൻ കുറച്ച് സൗണ്ട് ആയി കഴിഞ്ഞാൽ അപ്പുറത്തൊക്കെ കാറും കാറിലൊക്കെ വരുമ്പോൾ സൗണ്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാണ്ടില്ലേ. അപ്പോൾ നമുക്കിതിൽ ഇൻബിൽഡ് ഫ്ലാഷ് വരുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ആക്ച്വലി എനിക്ക് ഈ ഫ്ലാഷുള്ള ക്യാമറാസാണ് ഇഷ്ടം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ZV-8 ഫ്ലാഷ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫോട്ടോഗ്രാഫി അത്രയ്ക്ക് പിടുത്തല്ല സാധനത്തിൽ. പിന്നെ നമുക്കിവിടെ ഹോട്ട് ഷൂ മൗണ്ടും വരുന്നുണ്ട്. അത് അവർ ഓൾറെഡി അടച്ചു വെച്ചിട്ടുണ്ട് സംഭവം കൊണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ മോഡ് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺ, അതുപോലെ തന്നെ സ്വിച്ച്, റിങ്, അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ചെറിയൊരു LED ലൈറ്റ് വരുന്നുണ്ട്, റെഡ്. പിന്നെ നമുക്ക് ഷട്ടർ സ്വിച്ച്, പിന്നെ ISO ഉള്ള സെപ്പറേറ്റ് ഒരു സ്വിച്ച് കൂടെ ഉണ്ട് കേട്ടോ, ISO അറേഞ്ച് ചെയ്യാനുള്ളത്. പിന്നെ റെക്കോർഡ് ബട്ടൺ ഇവിടെ സെപ്പറേറ്റ് വേറെ ഒരു ചെറിയ ബട്ടൺ കണ്ടു. പിന്നെ നമുക്ക് ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ വരുന്നുണ്ട്. നമ്മുടെ സോണിയിൽ ZV-8 ഇതൊന്നുമില്ല. ഇതിൻ്റെ തന്നെ വേറൊരു മോഡലുണ്ട്, R50V എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വേണ്ടിയിട്ട് ഇറക്കിക്കുന്ന സംഭവമാണ് നമ്മുടെ ഈ ZV-8 പോലെ തന്നെ.
അതിൽ പക്ഷേ അതിൽ ഫ്ലാഷോ ഇതുപോലെ തന്നെ ഫ്ലാഷ് ഇല്ല, ഈ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ ഇല്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ശരിക്കും അത് എടുത്തത് അതിൻ്റെ കുറച്ചുകൂടി ഡിസൈൻ നമ്മുടെ ഫിജി ഫിലിമിൻ്റെ ഡിസൈൻ പോലെയാണ്, ഒരു കട്ട ഷേപ്പിലായിട്ടുള്ളതാണ്. പക്ഷെ അതിൽ ഞാൻ പറഞ്ഞ പോലെ ഫ്ലാഷും ഇല്ല, യു എഫ് ഫൈൻഡറും ഇല്ല, അതാണ് കുഴപ്പം. അതുപോലെ തന്നെ ഇപ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കും. പിന്നെ ഇതിലിപ്പോൾ നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇതിൽ ഷോക്കേസ് മോഡൊക്കെ ഇല്ലേ, നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റ് കാണിക്കുമ്പോൾ ആ ഫീച്ചറൊക്കെ സംഭവം ഇതിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിക്കോണിലും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലെൻസ് അറ്റാച്ച് ചെയ്യാനുള്ള നോർമൽ പണ്ടത്തെ അതേ സംഭവം തന്നെ ഇവിടെ പെട്ടെന്നുണ്ട്. ഇതുമ്പോൾ പക്ഷേ ഒരു പുതിയൊരു ലോക്കിംഗ് ഫീച്ചർ വന്നിട്ടുണ്ട് നമ്മുടെ ലെൻസിന്. ഇവിടെ ഉണ്ട് നമുക്കൊരു മുമ്പത്തെ M50 ആകുമ്പോൾ നമുക്കൊരു ബട്ടൺ ഉണ്ടായിരുന്നു, ആ ബട്ടൺ അമ്പലത്തിൽ പിടിച്ചിട്ട് തിരിക്കലായിരുന്നു. ഇപ്പം നമുക്ക് വെറുതെ ഇതിലേക്ക് മോഡിലേക്ക് മാറ്റിയാൽ മതി. കണ്ടു, ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ അൺലോക്കായി, ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് പിന്നെ തിരിച്ച് ലോക്കാണെങ്കിൽ ഒരു ലോക്കിംഗ് സൗണ്ട് വരണുണ്ടോ, അതാണ് ലോക്ക് ചെയ്യാനുള്ള അൺലോക്ക് ചെയ്യാനുള്ളൊരു മോഡ്. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിതിൽ പോർട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. പോർട്ടിൽ നമുക്കൊരു ടൈപ്പ് സി കേബിളും ഒരു മിനി HDMI കേബിളും വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ മൈക്ക് ഇന്നും ഔട്ടും വരുന്നുണ്ട്. അത് വൈറ്റ് ആയ കാരണമാണ് നമ്മുടെ ഫുള്ളിൽ അത് കണക്റ്റഡ് കാണാത്തത്. പിന്നെ അവിടെ കാനോൺ ബ്രാൻഡിങ് വരുന്നുണ്ട്. മുകളിലായിട്ട് നമുക്ക് ഈ 15 ബ്രാൻഡിങ് നിങ്ങൾക്ക് അവിടെ വരുന്നുണ്ട്, കാണുന്നുണ്ടെന്ന് തോന്നുന്നു. വൈറ്റ് ആയത് തന്നെ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പിന്നെന്താ, പിന്നെ നമുക്ക് ക്യാമറയുടെ ബാക്കിൽ വലിയ ഡിസ്പ്ലേ, ആർട്ടിക്കുലേറ്റിംഗ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഹലോ, പിന്നെ നമുക്കിവിടെ നോർമൽ നമ്മുടെ M50 അന്നത്തെ അതേ സെയിം സീരീസിൽ തന്നെ ആയിരുന്നു ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഇവിടെ പിടിക്കാനുള്ള സംഭവം. ഇതിൻ്റെ ഗ്രിപ്പൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രിപ്പാണ്. ഇത് സാധനം ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഗ്രിപ്പ് ധാരാളം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്ക് തോന്നുന്നു 400 ഗ്രാമിൻ്റെ താഴെ ഉണ്ടല്ലോ, 380 ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ ബാറ്ററി ഇടാം. ബാറ്ററിയുടെ ഒരു ഓപ്പൺ ബട്ടൺ കുറച്ച് മാറ്റിയിട്ടുണ്ട്, ഒരു ലോക്കിംഗ് ഫീച്ചർ പോലെ വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി മെമ്മറി കാർഡ് എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഓൾറെഡി. ഇത് എൻ്റെ ആക്ച്വലി കാനോണിൻ്റെ 4ാമത്തെ ക്യാമറയാണ്. നമ്മൾ ആദ്യം എടുത്തത് 1500D ആയിരുന്നു, പിന്നെ 3000D എടുത്തത്, പിന്നെ 200 M-Mark M2 എടുത്തിട്ടുണ്ടായിരുന്നു, 200D, പിന്നെ നമ്മൾ M50 Mark II എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 അല്ല സോറി, ഞാൻ 1500D എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ് 200D എടുത്തത് കേട്ടോ. 3000 ഇല്ല, തെറ്റിപ്പോയി. 1500D ഫസ്റ്റ്, സെക്കൻഡ് നമ്മുടെ കാനോൺ 200D Mark II, പിന്നെ M50 Mark II, പിന്നെ ഇത്. അപ്പോൾ 4ാമത്തെ കാനോൺ ക്യാമറ ആണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ബാറ്ററി ഇടാം. ഇതിൻ്റെ ബാറ്ററിൻ്റെ പോർട്ട് തന്നെയാന്ന് തോന്നുന്നുണ്ട്, ലോക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ SD കാർഡ് ഉപയോഗിക്കുന്നത് എക്സ്ട്രീം പ്രോ എന്ന് പറഞ്ഞ സാൻഡിസ്ക് തന്നെയാണ്. സോണിയുടെ ക്യാമറയിൽ ഞാൻ സോണിയുടെ SD കാർഡ് തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഓൺ ഓഫ് ബട്ടൺ ഇവിടെയാണ് വരുന്നത് കണ്ടോ. അപ്പോൾ ഞാൻ അത് ഓൺ ആക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ സെറ്റ് ദ ലെൻസ് ഷൂട്ടിംഗ് പൊസിഷൻ, അതായത് അൺലോക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഊരി മാറ്റാം, പിന്നെ ഇത് അൺലോക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സംഭവം കാണുന്നതായിരിക്കും കണ്ടോ. അപ്പോൾ ടു സ്വിച്ച് ദ അസിസ്റ്റ് ഫീച്ചർ ടാപ്പ് ദിസ് ബട്ടൺ എന്ന് പറയുന്നവർ, അതായത് നമ്മുടെ ഓട്ടോമാറ്റിക് മോഡിലത്തെ കുറച്ച് ഫീച്ചേഴ്സും, ക്രിയേറ്റീവ് അസിസ്റ്റ്, ക്രിയേറ്റീവ് ബ്രാക്കറ്റിംഗ്, അഡ്വാൻസ്ഡ്, ഞാൻ അഡ്വാൻസ്ഡ് എടുക്കാറുണ്ട് നോർമലി. അപ്പോൾ അതിൽ കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് വേറെ വീഡിയോയിൽ ചെയ്യാമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആവും സാധനം. അപ്പോൾ ഞാൻ അതിൻ്റെ ആപ്പ് കാണിച്ചു തരാം. ഇതിൽ നമുക്ക് ബ്ലൂടൂത്തും ഉണ്ട്, വൈഫൈ സപ്പോർട്ടും ഉണ്ട്. ഞാനത് കാണിച്ചു തരാം ആപ്പ്. ഇതിൻ്റെ നമ്മുടെ ഓട്ടോ ബ്രൈറ്റ്നസ് ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആള് അലമ്പാക്കും. ഇതാണ് ആപ്പ് വരുന്നത് കേട്ടോ. കാനോൺ എവിടെ ആപ്പ്? ഇത് ആക്ച്വലി നമുക്ക് ഇതിൽ കൂടെ ഇനീഷ്യലി രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാനോണിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഇമെയിൽ ID വെച്ചിട്ട്. എന്നിട്ട് നമുക്ക് അതിൽ ആഡ് സപ്പോർട്ട് ഉണ്ട്. കാനോൺ കണക്ട് എന്നല്ല, കാനോൺ ക്യാമറ കണക്ട് എന്നാണ് എൻ്റെ പേര്. ക്യാമറ കണക്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഓൾറെഡി ഞാൻ ഓൾറെഡി രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ റീകണക്ട് ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും റീകണക്ട് കൊടുക്കാം. ബ്ലൂടൂത്ത് ആണ്. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓൾറെഡി എനേബിൾ ചെയ്യാണ്. അപ്പോൾ ഞാൻ താഴെ പോയി ഓപ്പൺ ദ ക്യാമറ ടു ഇനീഷ്യേറ്റ് ദ വൺസ് ദ ക്യാമറ ഡിറ്റക്റ്റഡ്. അപ്പോൾ അതായത് ഇതിപ്പോൾ പവർ സേവിങ് മോഡിലേക്ക് പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ക്യാമറ ഡിറ്റക്ട് ചെയ്തോളും. അപ്പോൾ ബ്ലൂടൂത്ത് വഴി ഉണ്ട്, ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ആയി. അപ്പോൾ ബ്ലൂടൂത്ത് കണക്ഷൻ രജിസ്റ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. രജിസ്റ്റർ ചെയ്യാണ്. പ്രോസസ്സിങ് പ്ലീസ് വൈ വലസ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ സാധനം കണക്റ്റായി കണ്ടു. ഇത്രയും ബ്രൈറ്റ്നസ് എന്നിട്ടും കാണുന്നുണ്ടോ? ഇതാ
കണ്ടു ക്യാമറ ഡീറ്റെയിൽസ് എല്ലാം വന്നു. ആപ്പ് ഇപ്പം ഈ ക്യാമറ കാണുന്ന ആപ്പ് സാധനം മുമ്പും ഉണ്ടായിരുന്നില്ല, ഞാൻ M50 ഉപയോഗിക്കുമ്പോഴുണ്ടായിരുന്നു. പക്ഷേ ഇത്രയ്ക്കും യൂസർ ഫ്രണ്ട്ലിയും അതുപോലെ തന്നെ സ്മൂത്തും ആയിരുന്നില്ല. ഇതിലിപ്പോൾ നമുക്ക് ഹോം പേജിലായിട്ട് ഇമ്പോർട്ട് ഫീച്ചർ വരുന്നുണ്ട്, നമുക്ക് റിമോട്ടായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഫംഗ്ഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ക്യാമറയിലുള്ള ഇമേജസ് നമുക്ക് കാണാം, റിമോട്ട് ലൈവിംഗ് വ്യൂ ഷൂട്ടിംഗ് കാണാം, ലൈവ് വ്യൂ ഫൈൻഡർ, ഓട്ടോ ട്രാൻസ്ഫർ ഉണ്ട്, ബ്ലൂടൂത്ത് റിമോട്ട് കൺട്രോൾ മോഡ് ഉണ്ട്, പിന്നെ ഡേറ്റ് സെറ്റ് ചെയ്യാനുള്ളതുണ്ട്, ലൊക്കേഷൻ ഇൻഫർമേഷൻ ഉണ്ട്, യൂസർ ഗൈഡ് ഉണ്ട്. പിന്നെ ഇവർക്ക് കുറച്ച് ആപ്പുകൾ ഉണ്ട്, പ്രിന്റ് ചെയ്യാനുള്ളതും അപ്സ്കെയിൽ ചെയ്യാനുള്ളതൊക്കെ. അതൊന്നിട്ട് ആപ്പ് നമുക്ക് നോക്കി നോക്കാം. പ്ലേ സ്റ്റോറിലാണാവോ. ന്യൂട്രൽ നെറ്റ്വർക്ക് അപ്സ്കെയിലിംഗ് ടൂൾ എന്നൊരു സാധനമാണ്. അതിൻ്റെ ആപ്പ് ഒന്നും കാല് വേണ്ട പോട്ടെ, അതൊക്കെ പിന്നെ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ തന്നെ ലേറ്റ് ആവും ഇപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പ് കൊള്ളാം. നമുക്ക് രജിസ്ട്രേഷൻ കാണലൊക്കെ ഇത് കൂടെ തന്നെ ചെയ്യാൻ പറ്റും, സെക്യൂരിറ്റി ഫീച്ചേഴ്സും കാണലൊക്കെ ഉണ്ട്. ആപ്പ് ഭയങ്കര ക്ലീൻ യൂസർ ഇൻ്റർഫേസ് ആയിരുന്നു പറയാം, സിമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങിച്ചു ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത്, എന്നാലും നമുക്ക് വാറണ്ടി കിട്ടുള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ആപ്പിൽ കൂടെ തന്നെ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ കാനോണിൻ്റെ വെബ്സൈറ്റ് കൂടെ നമുക്ക് സീരിയൽ നമ്പർ വെച്ചിട്ട് ഇൻവോയ്സ് നിർബന്ധമാണ്, ഇൻവോയ്സ് ത്രൂ രജിസ്റ്റർ ചെയ്യാം കേട്ടോ. രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കാനോണിൻ്റെ എന്താ പറയുക R50 അൺബോക്സിങ് അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ ഓവർവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക പിക്ചേഴ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമുക്ക് വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഭയങ്കര ലാഗ് അല്ല ലെങ്തി ആവും. അത് നമുക്ക് ഒഴിവാക്കാം, എന്താ വെച്ചാൽ ഭയങ്കര ലെങ്ത് ആയി കഴിഞ്ഞാൽ ബോറടിക്കും. അപ്പോൾ നിങ്ങളൊരു 70,000 റേഞ്ചിൽ ഞാൻ എന്തായാലും ഈ റേഞ്ചിൽ ഉള്ള ക്യാമറാസ് വേറെ ഞാൻ പറയാം. Z30 കിട്ടും നിക്കോണിൻ്റെ ഈ റേഞ്ചിൽ തന്നെ. ഇതിനായിട്ട് റേഞ്ച് കുറവാണ്, ഇതിനായിട്ട് പ്രൈസ് കുറവാണ് ഇതിന്. പിന്നെ നമുക്ക് നമ്മുടെ ZV-E10 കിട്ടും, ZV-E10L കിട്ടും. പിന്നെ കാനോണിൻ്റെ R100 എന്നൊരു സീരീസ് ഉണ്ട്, അത് ബേസിക്കാണ്, പക്ഷേ അതിന് 50,000 റേഞ്ചിൽ വരുന്നുണ്ട്, 48, 49, 47 ആ റേഞ്ചിലൊക്കെ കിട്ടും. പിന്നെയാണ് നമുക്ക് R50 കിട്ടുക കേട്ടോ. R50 ആകുമ്പോൾ നമുക്ക് 62, 63. ഇപ്പോൾ ഇത് ഇനീഷ്യൽ ഒരു എന്താ പറയുക സ്പെഷ്യൽ എഡിഷൻ ആയതുകൊണ്ടാണ് 64 ആ റേഞ്ചിലൊക്കെ ആയത്. അപ്പോൾ ഈ റേഞ്ചിൽ വരുന്ന ഇതൊക്കെയാണ്. പിന്നെ സോണിയുടെ നമ്മൾ പറഞ്ഞു ഫിജി ഫിലിമിൻ്റെ ഒരു 80 റേഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു T5 ആണോ എന്ന് സംശയമുണ്ട്. ഫിജി ഫിലിമിൻ്റെയും കുഴപ്പം, പക്ഷേ ഈ റേഞ്ചിൽ വരുന്ന ഫിജി ഫിലിം അത്രയ്ക്ക് പോരാ കേട്ടോ, ഫീച്ചർ വൈസ് ആയാലും പോരാ. സോണി ആയാലും നിങ്ങൾക്ക് ഈ റേഞ്ചിൽ വേറെ നോക്കുകയാണെങ്കിൽ ZV-10 അല്ലാണ്ട് വേറെ നോക്കുകയാണെങ്കിൽ അവരുടെ 6000 സീരീസിലൊക്കെ നോക്കുകയാണെങ്കിൽ 600 ഇതിനായിട്ടും കുറച്ച് കൂടും, 600 കിട്ടും, 6400 കിട്ടും. പക്ഷെ അത് കുറച്ച് പഴയതാണ്. പിന്നെ അതിൽ ആർട്ടിക്കുലേറ്റിംഗ് സ്ക്രീനും കാര്യങ്ങളൊന്നും ഇല്ല, അപ്പോൾ അതാണ് ഇഷ്യൂസ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സോണി തന്നെ വാങ്ങിച്ചോളാൻ വിചാരിച്ചാണ്. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി എൻ്റെ സോണിയുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കാനോണിലേക്ക് തന്നെ പോയതാണ്. അപ്പോൾ അത് ലേറ്റസ്റ്റ് സാധനമാണ്, പുതിയ സാധനമാണ് കാനോണിൻ്റെ. അപ്പോൾ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ഒക്കെ സൂപ്പറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാനോണിലേക്ക് തന്നെ തിരിച്ചു പോയത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി സോണി എടുക്കാൻ വിചാരിച്ചാണ് 6600 അല്ലെങ്കിൽ 6700, പക്ഷേ അതിൽ ഫ്ലാഷൊക്കെ അവർ എടുത്ത് കളഞ്ഞു. അപ്പോൾ അത് എൻ്റെ ഓപ്ഷനിൽ നിന്ന് പോയി. 6600 ഉണ്ടായിരുന്നു, അതിന് പക്ഷേ ആർട്ടിക്കുലേറ്റിംഗ് സ്ക്രീനൊന്നും ഇല്ല. പിന്നെ ബോഡി തന്നെ ഓൾമോസ്റ്റ് ഈ പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ചിലപ്പോൾ വീഡിയോ പർപ്പസിന് വേണ്ടി വാങ്ങിച്ചാണ്, ചിലപ്പോൾ ഞാൻ ഇത് വിൽക്കും നമ്മുടെ അൺബോക്സിങ് സംഭവമൊക്കെ കഴിഞ്ഞിട്ട്, ചിലപ്പോൾ ഞാനിത് ഹോൾഡ് ചെയ്തു, അത് ഡിപ്പെൻസ് ആണ്. നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ റീസെൻ്റ്ലി കുറേ ഫോണുകളും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു. ഇത് ആക്ച്വലി യൂട്യൂബിൽ നിന്ന് വരുന്ന സംഭവം, യൂട്യൂബിൻ്റെ സംഭവം ഒന്നല്ല കേട്ടോ. അത് ആക്ച്വലി നമ്മളൊരു ഹോബി പർപ്പസ് ആയിട്ട് ഞാൻ യൂട്യൂബിൻ്റെ ജസ്റ്റ് സൈഡ് പരിപാടിയാണ്. അപ്പോൾ അത് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ട് ഇങ്ങനത്തെ സാധനം വാങ്ങിക്കാൻ പറ്റില്ല. ഇപ്പോൾ യൂട്യൂബ് ഭയങ്കര ഷോക്കാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ യൂട്യൂബിലേക്ക് ചാടി കയറി വരുന്നൊന്നും വേണ്ട. അപ്പോൾ വൻ ഷോക്ക് എന്ന് പറഞ്ഞാൽ വൻ ഷോക്കാണ്. അപ്പോൾ പറഞ്ഞു മാത്രം കേട്ടോ. എന്താ വെച്ചാൽ കുറേ പേര് ഇതുപോലെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ നിന്ന് മാങ്ങ ചക്ക കേട്ടിട്ടാണ് ആൾക്കാർ ഇതൊക്കെ വാങ്ങിക്കണം വിചാരിച്ചാണ് കുറേ പേര് ഇരിക്കുന്നത്. കിട്ടണവരൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. ഈ ഡെയിലി വ്ളോഗേഴ്സിനൊക്കെ കാണുന്ന പോലെ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ സീരിയലിനെ പോലെ ആൾക്കാർ ഫുൾ അതാണല്ലോ കാണുന്നത്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് തരില്ല. പറയുമ്പോൾ അതിൻ്റെ എന്താ പറയുക 100 വ്യൂസിനുള്ള റേറ്റ് നമ്മുടെ നോർമൽ എഡ്യൂക്കേഷണൽ പർപ്പസ് ആയില്ലെങ്കിൽ അല്ലെങ്കിൽ ഫിനാൻസ്, ടെക്, ട്രാവൽ അതിനകത്തൊക്കെ കുറവാണ്. എന്നാലും പക്ഷെ അവർക്ക് ഭയങ്കരമായിട്ട് വ്യൂസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവം കിട്ടുന്നുണ്ടാവും. അല്ലാത്ത പക്ഷം ബാക്കി എല്ലാ സബ്ജക്റ്റ് ഫീൽഡിലും യൂട്യൂബ് വൻ ഷോക്കാണ് കേട്ടോ. അപ്പോൾ ബുദ്ധിയുള്ളവരും അതുപോലെ തന്നെ ടാലൻ്റ് ഉള്ളവരും എനിക്ക് വരാൻ നിൽക്കണ്ട, കാര്യമില്ല. അത് പറഞ്ഞു എന്ന് മാത്രം എടുത്തത്. കുറച്ച് പേരെ ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ, ഇപ്പം നമുക്ക് യൂട്യൂബ് പ്രൊഫഷണലായിട്ട് എടുത്താൽ നല്ലതാണ് 2025 ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞു എന്ന് മാത്രമല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ പേര് നമ്മുടെ 2 ചാനൽസ് കാണാത്ത പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ കാണാത്ത പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക് ഫിലിം എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ.